ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടണിയുടെയും സുവോളജിയുടെയും മോഡൽ എക്സാമിന് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഏത് രീതിക്കാണ് ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് നോക്കാനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാമിൻ്റെ യാതൊരു പാറ്റേണിലും അല്ല നമുക്ക് പബ്ലിക് എക്സാം ചോദിക്കുന്നത്. എന്നാലും വെയിറ്റേജ് ഒക്കെ ഒന്ന് അറിഞ്ഞ് വെച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ എന്താണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ 17, 18, 19 3 ദിവസമാണ് നമുക്ക് ബയോളജി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾ ഈ വെയിറ്റേജ് അറിഞ്ഞ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ് ആദ്യം പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റേജ് നോക്കാം. ആദ്യം ഞാൻ ബോട്ടണിയുടെയാണ് വെയിറ്റേജ് നോക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ടണിയുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ 1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാൻ കിങ്ഡം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതും 3 മാർക്കിനായിരുന്നു. പിന്നെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 4 മാർക്കിനാണ് നമുക്ക് മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നോക്കുകയാണെങ്കിലും അതിനകത്തുനിന്നും നമുക്ക് 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഏതാ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രാവശ്യം 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും 4 മാർക്കിനാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇപ്രാവശ്യം 7 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 5 മാർക്കിനാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 5 മാർക്കിനാണ് നമുക്ക് മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബോട്ടണിയുടെയൊക്കെ വെയിറ്റേജ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിക്കാണ്. ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സുവോളജിക്ക് എങ്ങനെയാണ് വെയിറ്റേജ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിന് ഇത്തിരി എളുപ്പമായിട്ട് പ്രാവശ്യം ചോദിച്ചത് മോഡൽ എക്സാമിന് ചോദിച്ചത് സുവോളജി ആയിരുന്നു. ബോട്ടണി ആയിരുന്നു കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സുവോളജിയുടെ വെയിറ്റേജ് നോക്കാം. സുവോളജിയിൽ നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോവുകയും ചെയ്യരുത്. ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് മോഡൽ എക്സാമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മാർക്കിനാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ സുവോളജിയിൽ ബയോളജിയിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അതിൽ നിന്ന് 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലിവിങ് വേൾഡിൽ നിന്ന് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബയോമോളിക്യൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും 4 മാർക്ക് ആ സെയിം വെയിറ്റേജിൽ തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്, അതിൽ നിന്ന് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ വരുന്നതാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനാണ് നമുക്ക് വെയിറ്റേജ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതുവരെ ഉള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ നിന്നും ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് മൊത്തത്തിൽ ആ 2 ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് മാത്രമേ വെയിറ്റേജ് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിനാണ് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് എക്സാമിന് ഇങ്ങനെ തന്നെ വെയിറ്റേജ് വരുമോ എന്നുള്ള കാര്യം നമുക്ക് അത്ര കൺഫേം അല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഇത് വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളാണെങ്കിൽ ഒരു പേപ്പറിലോട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എടുത്ത് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബയോളജി എക്സാമിന് എങ്ങനെയൊക്കെയാണ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് വരുന്നതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള റിവ്യൂസിൻ്റെയും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.